അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ എന്ന വിഷയത്തിന്റെ 6ാമത്തെ ഭാഗമാണിത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന 9 വിഭാഗം ആളുകളെ കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി 10ാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻകും അഹദുൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ നിന്ന് ഏതൊരു മനുഷ്യനുമല്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നാളെ പരലോകത്ത് അവനോട് അവന്റെ റബ്ബ് സംസാരിച്ചിട്ടല്ലാതെ ഇല്ല. അപ്പൊ പരലോകത്ത് വെച്ച് ഓരോരുത്തരോടും അല്ലാഹു തആല സംസാരിക്കുന്നതാണ്. ആ പരലോകത്ത് വെച്ച് ആ മനുഷ്യൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും. അന്നേരം താൻ മുമ്പേ ചെയ്തു കൂട്ടിയതല്ലാതെ മറ്റൊന്നും അവിടെ കാണൂല. ഇടതുഭാഗത്തേക്ക് നോക്കും. അപ്പോഴും താൻ ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവിടെ അവനക്ക് കാണാൻ വേണ്ടി സാധ്യമാകും. ഇപ്പൊ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി അവന് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ അവൻ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നരകത്തെ അവന് കാണുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നരകത്തെ ആ പരലോകത്ത് വെച്ച് അവന് കാണും. അതുകൊണ്ട് ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, കാരക്കയുടെ ഒരു ചീള് സ്വതക്ക നൽകിയിട്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ പരലോകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച് ചെയ്തതൊക്കെ അവിടെ കാണും. അതിന് ശേഷം നരകത്തെയും അവൻ കാണും. എന്നാൽ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യണം. എത്ര ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, സ്വതക്ക ചെയ്യണം. ഇനി ഒന്നുമില്ല, ഒരു കാരക്കയുടെ ഒരു കഷ്ണം സ്വതക്ക കൊടുക്കാനാണ് നിങ്ങൾക്ക് കഴിഞ്ഞതെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യണം. ആ ഒരു സ്വതക്ക കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്വതക്ക ചെയ്യുക എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സ്വതക്ക നൽകാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആ അവസരത്തെ നാം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നരകത്തെ ഞാൻ കണ്ടപ്പോ നരകത്തിൽ ഏറ്റവും ധാരാളമായി കണ്ടത് സ്ത്രീകളെയായിരുന്നു എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, അല്ലയോ സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന്. കാരണം ആ സ്ത്രീകളെയാണ് നരകത്തിൽ ധാരാളമായി കണ്ടതെന്നും എന്നാൽ നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്വതക്കകൾ ധാരാളം ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകും എന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്, അല്ല നബിയെ, എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളെ ധാരാളമായി നരകത്തിൽ കാണേണ്ടി വന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 കാരണങ്ങളാണ്. ഒന്ന്, തുക്സിർനൽ ലഅന വതക്ഫുർനൽ ആശീർ, അഥവാ ശാപത്തെ അധികരിപ്പിക്കുന്നവരാണ് ചില സ്ത്രീകൾ. അതോടൊപ്പം തന്നെ ഭർത്താവിനെ നിഷേധിക്കുന്നവർ, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ് എന്ന്. ഈ 2 കാരണങ്ങളാണ്. ധാരാളം ശാപവാക്കുകൾ ഉരുവിടും. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ശപിക്കുന്ന വാക്കുകൾ, ശപിക്കുന്ന പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ ധാരാളം നടത്തുന്നവരാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിക്കാത്തവർ, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവർ. ഈ 2 കാരണങ്ങളാണ് സ്ത്രീകളെ ധാരാളമായി നരകത്തിലേക്ക് എത്തിച്ചത് എന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഏറ്റവും നല്ല വഴി, ഒരു എളുപ്പ വഴി, ഒരു പ്രധാനപ്പെട്ട വഴി അത് സ്വതക്ക നൽകലാണ്. ആ സ്വതക്ക എന്ന് പറയുമ്പോൾ കേവലം പൈസ കൊടുക്കൽ മാത്രമൊന്നുമല്ലല്ലോ സ്വതക്ക. നമ്മുടെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതും സ്വതക്ക തന്നെയാണ്. സ്വതക്കയുടെ വഴികൾ ധാരാളമാണ്. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു സ്വതക്ക ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടാവണം. സ്വതക്ക ചെയ്യാത്തൊരു ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകരുത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എങ്ങനെയുള്ള കച്ചവടമാണ്? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ അദാബിൽ നിന്ന് സംരക്ഷണം ലഭ്യമാകുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി,
അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യണം. അപ്പോൾ ശരീരവും മാത്രം പോരാ, സമ്പത്ത് മാത്രം പോരാ, ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അപ്പോൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വേദനാജനകമായ അദാബിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമാകുമെന്നത് തന്നെയാണ് ഈ ഖുർആനിക ആയത്തും നമ്മളോട് പറയുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന സ്വദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, തീർച്ചയായിട്ടും സ്വതക്ക നൽകുക എന്നത് ആ സ്വതക്ക നൽകിയവരുടെ, ആ സ്വതക്കയുടെ അഹ്ലുകാരെ തൊട്ട്, അഥവാ സ്വതക്ക നൽകിയ ആളുകൾക്ക് ഖബറിൻ്റെ ചൂടിനെ അത് ഇല്ലാതാക്കി കളയുന്നതാണ്. സ്വതക്ക നൽകിയവരെ തൊട്ട് ഖബറിൻ്റെ ചൂടിൽ നിന്ന് അവർക്ക് അല്ലാഹു സംരക്ഷണം നൽകും. നാളെ പരലോകത്ത് നരകത്തിൻ്റെ ചൂടിൽ നിന്നും ഈ ഖബറിൻ്റെ ചൂടിൽ നിന്നും, ഖബറും ഒരുപക്ഷെ നരകത്തിൻ്റെ കുണ്ടായി മാറാം, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പൂങ്കാവനമായി മാറാം. ഏതായിരുന്നാലും ആ ഖബറിൻ്റെ ചൂടിൽ നിന്നും ഈ സ്വതക്ക രക്ഷപ്പെടുത്തും എന്ന ഹദീസ് വിവരിക്കും. ഇന്ന സ്വതക്കത്ത, തീർച്ചയായിട്ടും സ്വതക്ക എന്നത് ലതുത്ഫിഉ, ആ സ്വതക്ക എന്നത് കെടുത്തിക്കളയും, അൻ അഹ്ലിഹ, ആ സ്വതക്കയുടെ അഹ്ലുകാരെ തൊട്ട്, ഹർറൽ ഖുബൂർ, ഖബറുകളുടെ ചൂടിനെ കെടുത്തിക്കളയും. വഇന്നമാ യസ്തളില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സ്വദഖതിഹി, തീർച്ചയായിട്ടും ഏതൊരു മുഅ്മിനായ മനുഷ്യനും നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും. ഒരു ജാൺ മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന മഹ്ശറ വൻസഭയിൽ സ്വതക്കയുടെ തണലിൽ നിലനിൽക്കും ചില മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ. അതിനെന്തു വേണം? ഈ ദുനിയാവെന്ന് സ്വതക്ക ചെയ്യണം, എങ്കിലേ സ്വതക്കയുടെ തണല് പരലോകത്ത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.